ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മായും യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതവും എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. നമുക്കിനി പേജ് നമ്പർ 6 ഒരു എക്സസൈസ്, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: ഷോ ദാറ്റ് എവരി പോസിറ്റീവ് ഈവൺ ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q and every positive odd integer is of the form 2q plus 1 where q is some integer. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എവരി പോസിറ്റീവ് ഈവൺ ഇൻറ്റീജർ, പോസിറ്റീവ് ഈവൺ ഇൻറ്റീജർ ഏത് ഫോമിലായിരിക്കണം? 2q ഫോമിൽ. അതുപോലെ പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഏത് ഫോമിലായിരിക്കണം? 2q plus 1 ഫോമിൽ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്യൂ എന്താണ്? സം ഇൻറ്റീജർ. അപ്പോൾ ഇതിനകത്തെല്ലാം ഇൻറ്റീജർ എന്നൊരു വേർഡുണ്ട്. ഇൻറ്റീജർ എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുന്നു, സെൻറ്ററിൽ 0 മാർക്ക് ചെയ്യുന്നു. 0ക്ക് റൈറ്റ് സൈഡിൽ എഴുതുന്ന നമ്പേഴ്സാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, അല്ലേ? 0ക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നതാണ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പൊ ഇത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, ഇത് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് അപ്പൊ നോക്കിക്കേ, 1 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, ഇങ്ങോട്ട് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ഇത് നമ്മുടെ നാച്ചുറൽ നമ്പർ തന്നെയല്ലേ? ഓക്കെ, അത് ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതുകയാണ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 എക്സെട്ര. ഇതിനകത്ത് എവരി പോസിറ്റീവ് ഈവൺ ഇൻറ്റീജർ 2q ഫോമിൽ. അപ്പൊ ഈവൺ ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈവൺ നമ്പേഴ്സ് 2, 4, 6. ഇതൊക്കെ ഏത് ഫോമിലാണെന്നാണ് തെളിയിക്കേണ്ടത്? 2q ഫോമിൽ. പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ഓഫ് 1, 3, 5, 7 ഇതൊക്കെ 2q plus 1 ഫോമിലും ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതുകയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ പോസിറ്റീവ് ഈവൻ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയായിരുന്നു? 2, 4, 6, 8. ഇതെല്ലാം ഏത് ഫോമിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2q ഫോമിൽ. ഓക്കെ, ഈ 2q എന്നുള്ളത് ഞാൻ +0 ഇട്ട വാല്യൂവിന് ചേഞ്ച് വരുമോ? ഇല്ല. എന്തിനാണ് ഞാൻ അങ്ങനെ ഇട്ടത്? നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ തിയറം പറഞ്ഞ എന്തായിരുന്നു? A is equal to dividend equal to divisor into quotient plus remainder. അപ്പോൾ ആ ഒരു ഫോമിലല്ലേ ഇതെല്ലാം കിടക്കുന്നത്? 2q എന്ന് പറഞ്ഞത്. 2qൻ്റെ കൂടെ ഒരു +0 ആഡ് ചെയ്യുമ്പോൾ, അതായത് റിമൈൻഡർ 0 ആയിട്ട് കണക്കാക്കി ചെയ്യുമ്പോൾ, കാരണം വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഇതൊരു ആ ഡിവിഷൻ ലെമ്മ തിയറം അല്ലേ കാണിക്കുന്നത്? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്നത് ഡിവൈസർ ആണ്, അല്ലേ? ഡിവൈസർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം നോക്കിക്കേ, എവരി പോസിറ്റീവ് ഈവൺ ഇൻറ്റീജേഴ്സ്, എല്ലാ പോസിറ്റീവ് ഈവൺ ഇൻറ്റീജേഴ്സിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. നോക്കണം, ഇത് മെത്തേഡ് 1 ആണ്. നമുക്ക് 2 രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മെത്തേഡ് 1. ആദ്യത്തെ ഈവൺ ഇൻറ്റീജർ ഏതാ? 2. ഡിവൈസർ ഏതാണ്? 2. 0. നെക്സ്റ്റ് 4. 2 കൊണ്ട് ഡിവൈഡ്. ഡിവൈസർ എന്താണ്? 2 അല്ലേ? അടുത്തത് നെക്സ്റ്റ് ഈവൺ ഇൻറ്റീജർ ഏതാണ്? 2, 4, 6. ഡിവൈസർ എന്താണ്? 2. 6. 2, 4, 6, 8. ഡിവൈസർ എന്താണ്? 2 അല്ലേ? കിട്ടിയത് കണ്ടോ? ഇനി ഞാൻ ഇതൊന്ന് എടുത്ത് എഴുതുകയാണ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാത്തിനെയും ഈ ഡിവൈസർ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ, എല്ലാ ഈവൺ ഇൻറ്റീജേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഡിവിഡൻഡ് ഈക്വൽ ടു
ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഡിവിഡൻഡ് ഈക്വൽ ടു അല്ലേ, അങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, നെക്സ്റ്റ് 8. പ്ലസ് റിമൈൻഡർ. കണ്ടോ, നമ്മൾ ഇവിടെ എന്താണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? അപ്ലൈ ഡിവിഷൻ ലെമ്മ അല്ലേ? അപ്ലൈ ഡിവിഷൻ ലെമ്മ. ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് LHS സൈഡ് എന്ത് കിട്ടി? LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടി? പോസിറ്റീവ് ഈവൺ ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇനി RHSൽ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2 ഡിവൈസർ. എല്ലാത്തിലും ഡിവൈസർ എന്താണ്? 2 ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ്? പോസിറ്റീവ് ഈവൻ ഇൻറ്റീജേഴ്സ് ഡിവൈസർ ഇൻറ്റു 1 2 3 4 വേരി ചെയ്യുന്നില്ലേ? അതെന്തായി വരും? ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. Q is some integer. Q എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ് അല്ലേ? അപ്പൊ അതിന് 1 2 3 എന്നുള്ള വാല്യൂസ് പോകുന്നു. അപ്പൊ 2Q പ്ലസ് എല്ലായിടവും റിമൈൻഡർ 0. അപ്പൊ +0 എഴുതിയാലും വാല്യൂവിന് ഇങ്ങനെ മാറ്റിയാലും ചേഞ്ച് ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ തെളിയിച്ചു എന്താ? പോസിറ്റീവ് ഈവൺ ഇൻറ്റീജേഴ്സ് 2Q ഫോമുല. ഇതേ രീതി തന്നെയാണ് പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് അല്ലേ? പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ഏത് ഫോമിലാന്നാ തെളിയിക്കേണ്ടത്? 2Q + 1. നമുക്ക് 1/1 ആയിട്ട് എടുക്കാം. 1നെ ആദ്യത്തെ ഓഡ് ഇൻറ്റീജർ ഏതാ? 1. 1നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 അല്ലേ? കാരണം എന്താ? ഇവിടുത്തെ ഡിവൈസർ 2 ആണ്. ഈ ഫോം എന്ന് പറയുമ്പോൾ ഇത് ഡിവിഷൻ ലെമ്മ തിയറം അല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡിവൈസർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പോസിബിൾ ആണോ? നമുക്കൊരു എന്താ കോഷ്യന്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ 0 കൊടുത്തു. 0 × 2 0 1. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഓഡ് ഇൻറ്റീജർ ഏതാണ്? 3 1 3 5 അങ്ങനെ. എന്താണ് ഡിവൈസർ? 2. 1 × 2 റിമൈൻഡർ 1. നെക്സ്റ്റ് ഓഡ് ഇൻറ്റീജർ 1 3 5. ഓക്കെ, ഡിവൈസർ എന്താണ്? 2. 2 × 2 4. നെക്സ്റ്റ് 1 3 5 7 ഓഡ് ഇൻറ്റീജർ അല്ലേ? എന്താണ് ഡിവൈസർ? 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യാം. അപ്ലൈ ഡിവിഷൻ ലെമ്മ അല്ലേ? ഇവിടുത്തെ ഡിവിഡൻഡ് എന്താണ്? 1 ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇവിടോ ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇവിടെയും അത് തന്നെ. ഓക്കെ, ഇതിൻ്റെ അപ്പം ഇതെല്ലാം നമ്മൾ ഡിവിഷൻ ലെമ്മയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡിവിഷൻ ലെമ്മ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇതിൻ്റെ എല്ലാം LHS എന്ത് കിട്ടി? പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് അല്ലേ? പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ്. ഇതിൻ്റെയൊക്കെ RHS എന്താണ് കിട്ടിയിരിക്കുന്നത്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് അല്ലേ? ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. Q എന്താണ്? സം ഇൻറ്റീജർ. അപ്പൊ എന്താണ്? 0 1 2 3 അങ്ങനെ അങ്ങ് പോവും അല്ലേ അടുത്തത് ചെയ്യുമ്പോൾ. അപ്പം 2Q + 1 കോൺസ്റ്റന്റ്. കണ്ടോ? എവരി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് 2Q + 1 ഫോം. നമുക്ക് രണ്ടാമത്തെ മെത്തേഡും കൂടെ ഒന്ന് നോക്കാം. ഇത് ഒന്ന് എളുപ്പം സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് തന്നിരിക്കുന്നത് നമ്മൾ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്ത് ഇതുപോലെ നമ്പേഴ്സ് ഒന്നും ഇല്ലാതെ ഉള്ളൊരിതാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. മെത്തേഡ് 2.
മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ഈവൺ പോസിറ്റീവ് ഓഡ് എന്നുള്ളതിന് പകരം ഞാൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നങ്ങ് എടുക്കുക. അതിനകത്ത് എന്തൊക്കെ വരും? 1 2 3 4 5 അല്ലേ, എക്സെട്ര. രണ്ടും വരും, ഈവണും വരും ഓടും വരും. ഓക്കെ. അപ്പം ഇതിനെ എ എന്ന് കൊടുക്കുന്നു. എക്ക് ഓരോ വാല്യൂം പ്രത്യേകം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം മെത്തേഡ് 2-നകത്ത് ഞാൻ എടുക്കുക, ലെറ്റ് എ ബി ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അതായത് എ എന്ന് പറയുന്നത്, എക്ക് ഓരോ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് പറയാം. അപ്പൊ എ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിട്ട് എടുത്ത്, ഈവണെന്നോ ഓടുന്നോ എടുത്തില്ല, പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന് എടുത്ത്. ഇനി ബി ഈക്വൽ ടു 2. എന്താ ഞാൻ അങ്ങനെ എഴുതിയത്? ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്, ഈ ഫോമിലാന്നല്ലേ, അതാണ് കാണിക്കേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന എന്താണ്? 2 ഡിവൈസർ ആയിട്ട് വരുമ്പോൾ ഉള്ള പ്രൂവ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയേ, ബി ഇസ് ഈക്വൽ ടു 2 അല്ലേ, ഇത് ഡിവിഷൻ ലെമ്മ അല്ലേ, ഈ തിയറം അല്ലേ ഈ രണ്ടിനകത്തും കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഡിവൈസർ 2 ആണ്, ഡിവൈസർ 2 അല്ലേ. അപ്പൊ എ ബി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, എ ബി എനി ഓഫ് ദ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. പിന്നെ ബി ഇസ് ഈക്വൽ ടു 2. ഇനി നമ്മൾ എന്താ ഇതിനകത്താട്ട ഈ a/2 എന്ന് പറയുമ്പോൾ ഇതിലെ ഓരോ നമ്പേഴ്സും കൊടുക്കുമ്പോൾ 1/2 2/2 3/2. ഓക്കെ, നമ്മൾ മുമ്പ് കാണിച്ചതാ. ഓക്കെ, അപ്പം ഞാൻ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുക. അപ്ലൈ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? there exist Q and R അല്ലേ. ഇതിനെ ഏത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യൂവും കോഷ്യന്റും റിമൈൻഡറും കിട്ടി. ക്യൂവിന്റെ വാല്യൂ എന്തൊക്കെ വരും? Q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. ഞാൻ കാണിച്ചില്ലായിരുന്നോ? 2 × 1 + 0, 2 × 2 + 0, 2 × 3 + 0. മെത്തേഡ് 1-ൽ കണ്ടോ, ഈ 1 2 3 ആണ്. പിന്നെ ഈക്വൽ ടു 0 വന്ന ഏത് കേസിലാണ്? ഓഡ് ഇൻറ്റിജേഴ്സ് അല്ലേ. 1-നെ 2 കൊണ്ട് ഇതപ്പം നമുക്ക് ഇങ്ങനല്ലേ കിട്ടിയത്? ക്യൂ എന്ത് കിട്ടി? 0. അതാണ്. അപ്പം ക്യൂ എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് ആറിന്റെ പോസിബിൾ വാല്യൂസ് എന്താണ്? 6 എന്ന് പറയുന്നത് എന്താണ്? എല്ലായിടത്തും നമുക്ക് കിട്ടിയത് ഡിവിഷൻ ലെമ്മ തിയറി എന്താ പറഞ്ഞേ? എ ഡിവൈഡഡ് ബൈ ബി ചെയ്യുമ്പോൾ റിമൈൻഡർ 6 എന്ന് പറയുന്നത് കണ്ടീഷൻ എന്തായിരുന്നു? ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആയിരിക്കണം. ഇവിടുത്തെ ഡിവൈസർ എന്താണ്? 2. അപ്പോൾ 2-നെക്കാട്ടിലും ലെസ് ആയിരിക്കണം റിമൈൻഡർ അല്ലേ. അപ്പൊ നമ്മുടെ റിമൈൻഡറിന്റെ വാല്യൂ എന്തൊക്കെ വരും? ഡിവൈസറിനെക്കാട്ടിലും ലെസ് എന്ന് പറയുമ്പോൾ 2-നെക്കാട്ടിലും കുറവുള്ള സംഖ്യ ഏതൊക്കെയാ? 1 0. മനസ്സിലായോ? അപ്പൊ 6-ന്റെ വാല്യൂസ് എന്തൊക്കെ വരും? 1 0. ഓക്കെ. അപ്പോൾ ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയാലും ഡിവൈസർ 2 ആകുമ്പോൾ ഡിവിഷൻ ലെമ്മ തിയറം കൊടുക്കുമ്പോൾ നമുക്ക് കോഷ്യന്റും റിമൈൻഡറും കിട്ടും അല്ലേ. കോഷ്യന്റും റിമൈൻഡറും കിട്ടും. അതിൽ കോഷ്യന്റ് എന്ന് പറയുന്നത് 0 മുതൽ അങ്ങോട്ട് 1 2 3 4 5 അങ്ങനെ എല്ലാ ഇൻറ്റിജേഴ്സും ക്യൂ കിട്ടും അല്ലേ. അടുത്തത് 6-ന്റെ വാല്യൂസ് എന്തൊക്കെ വരും? 6-ന്റെ വാല്യൂ എപ്പോഴും ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആയിരിക്കണം, ഈക്വൽ ടു 0. അപ്പോൾ ഡിവൈസറിനെക്കാട്ടിലും ലെസ് എന്ന് പറയുമ്പോൾ 2-ന്റെ ലെസ് 1 കിട്ടി, പിന്നെ 0. അപ്പോൾ എ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ദെൻ എ ക്യാൻ ബി, എന്തൊക്കെ ആകാം? 2Q പ്ലസ് 0. റിമൈൻഡർ അല്ലേ എഴുതുന്നത്? 2Q പ്ലസ് റിമൈൻഡർ എന്താകാം? ഒന്നാമത്തെ 0 കൊടുത്തു. എ ക്യാൻ ബി 2
2q പ്ലസ് ആർ എന്ത് വരാം 1. കണ്ടോ, എയുടെ വാല്യൂസ് ഇത് രണ്ടും വരാം. നമ്മൾ എ എടുത്തത് എന്താണ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നാണ്. അപ്പോൾ 2q പ്ലസ് 1 വരുന്നത് എപ്പോഴാണ്, വെൻ എ ഈസ് എ ഈവൺ ഇൻറ്റീജർ. മനസ്സിലായോ? 2q പ്ലസ് 1 ഫോം എപ്പോഴാണ് വരുന്നത്, വെൻ എ ഈസ് എ ഓഡ് ഇൻറ്റീജർ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പം രണ്ട് രീതിയിൽ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാനാ. പക്ഷെ അവിടെ എല്ലാം ഫോം നമ്മൾ ചിലപ്പോൾ ഓഡ് ഇൻറ്റീജേഴ്സ്, ഈവൺ ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ സ്ക്വയർ, അങ്ങനെ എന്ത് തന്നെ ആയാലും നമ്മൾ ഈ ഫോം നോക്കി അതിൽ നിന്നും ഡിവൈസർ മനസ്സിലാക്കണം. കാരണം ഇത് ഡിവിഷൻ ലെമ്മ തിയറമാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ. കോഷ്യന്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ആ ഫോമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ രണ്ട് മെത്തേഡുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഏത് രീതി ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ മോഡലിലെ വേറൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 4q പ്ലസ് 1 4q പ്ലസ് 3 വെയർ q ഈസ് സം ഇൻറ്റീജർ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഏതൊരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഏതൊക്കെ ഫോമിൽ വരാം? ഒന്നെങ്കിൽ 4q പ്ലസ് 1 അല്ലെങ്കിൽ 4q പ്ലസ് 3. നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളായിരുന്നു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെ ഫോമിലാണ്, ഏത് ഫോമിൽ വരാം? 2q പ്ലസ് 1 അല്ലേ, 2q പ്ലസ് 1. പക്ഷെ അവിടുത്തെ ഡിവൈസർ എന്തായിരുന്നു? 2 ആയിരുന്നു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഏത് ഫോമിലാണെന്നാണ്? 4q പ്ലസ് 1 അല്ലേ, 4q പ്ലസ് 3. അപ്പോൾ അവിടുത്തെ ഡിവൈസർ എന്ത് വരും? 4. അതായത് ഓഡ് നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഫോമിൽ വരും. പക്ഷെ ഓഡ് നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ നമ്പർ വരും. മനസ്സിലായോ ക്വസ്റ്റ്യൻ? പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാ? 1 3 5 7 എക്സെട്ര. അപ്പോൾ ഈ പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ഏത് ഫോമിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4q പ്ലസ് 1 അല്ലെങ്കിൽ 4q പ്ലസ് 3. ഇതിൽ ഇതെല്ലാം 1 3 5 7 എക്സെട്ര ഇതെല്ലാം ഈ ഫോമിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി ഇത് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ഇവിടുത്തെ റിമൈൻഡർ 3. ഒന്നെങ്കിൽ 1 വരാം അല്ലെങ്കിൽ 3 വരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, കോൺസ്റ്റന്റ് എന്താണ്? ഡിവൈസർ 4 ആണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മെത്തേഡിലും ഞാൻ ചെയ്ത് കാണിക്കാം. മെത്തേഡ് 1, പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ്. ഫസ്റ്റ് ഓഡ് ഇൻറ്റീജർ ഏതാണ്? 1. 1നെ നമ്മുടെ ഇവിടുത്തെ രണ്ടിടത്തെയും ഡിവൈസർ എന്താണെന്ന് മനസ്സിലാക്കി? 4 അല്ലേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല. വേണമെങ്കിൽ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമുക്കൊരു കോഷ്യൻ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ 0 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. 1 കൊണ്ട് ചെയ്താൽ 1 ഇൻറ്റു 4 4 എന്ന് പോകും അല്ലേ. അപ്പോൾ അത് തെറ്റാ, പോസിബിൾ അല്ല. അപ്പോൾ 0 ഇൻറ്റു 4 0. നെക്സ്റ്റ് ഓഡ് ഇൻറ്റീജർ ഇതാ 1 കഴിഞ്ഞാൽ 3. 3നെ ഡിവൈസർ ഏതാണ്? 4. ഇവിടെയും പോസിബിൾ ആണോ? അല്ല. ഡിവൈസറിനേക്കാളും ലെസ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. പക്ഷെ എനിക്കൊരു കോഷ്യന്റ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ 0 കൊണ്ട് ഇൻറ്റു ചെയ്ത് 3. നെക്സ്റ്റ് 1 3. നെക്സ്റ്റ് ഓഡ് ഇൻറ്റീജർ ഏതാ? 5. അതിനെ ഞാൻ ഡിവൈസർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടി? 1 ഇൻറ്റു 4 ഈക്വൽ ടു 4. റിമൈൻഡർ 1. 1 3 5 7. അതിനെ ഡിവൈസർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടി? 1 ഇൻറ്റു 4 4. റിമൈൻഡർ 3. ഒന്നും കൂടെ 7 കഴിഞ്ഞ് അടുത്ത ഓഡ് ഇൻറ്റീജർ ഏതാ? 9. 9നെ 4 കൊണ്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 4 8. റിമൈൻഡർ 1. 11 4 ഇൻറ്റു 2 8. റിമൈൻഡർ 3.
ഇനി അങ്ങോട്ട് ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താലും ഒന്നിടവിട്ട് ആൾട്ടർനേറ്റ് ഈ ഓഡ് ഇൻറ്റിജേഴ്സ് ഫസ്റ്റ് 1 ആണെങ്കിൽ പിന്നെ 5 പിന്നെ 9 അങ്ങനെയുള്ളതിനെല്ലാം റിമൈൻഡർ എന്ത് കിട്ടി? 1 അല്ലേ? അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇത് എല്ലാം കൂടെ ഒരുമിച്ചായിപ്പോൾ അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യും. ഇവിടെ 3, 7, 11 അങ്ങനെ ആൾട്ടർനേറ്റ് ഓഡ് ഇൻറ്റിജേഴ്സ് അതിനെല്ലാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 3 എന്നുള്ള റിമൈൻഡർ കിട്ടി അല്ലേ? 3 എന്നുള്ള റിമൈൻഡർ കിട്ടി. നമുക്ക് അന്നേരം ഡിവിഷൻ ലെമ്മ ഒന്ന് അപ്ലൈ ചെയ്യാം. ഓരോ ഇൻറ്റിജേഴ്സിലും ഇങ്ങനെ രണ്ടായിട്ട് ഞാൻ 2 കോളായിട്ട് ഞാൻ ചെയ്യുവാണ്. ഫസ്റ്റ് ഓഡ് ഇൻറ്റിജർ ഏതാണ്? 1 അല്ലേ? ഡിവിഡൻറ്റ് ഈക്വൽ ടു കോഷ്യൻറ്റ് അല്ല ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ അല്ലേ? നെക്സ്റ്റ് ഏതാ? 3. ഇത് 1 കഴിഞ്ഞ അടുത്ത ഓഡ് ഇൻറ്റിജർ ഏതാ? 3 ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് അവിടുത്തെ റിമൈൻഡർ എന്താണ്? 3 അല്ലേ? നെക്സ്റ്റ് 1, 3, 5 അല്ലേ? 5നെ നമ്മൾ ഡിവിഷൻ ലെമ്മയാണ് ഈ അപ്ലൈ ചെയ്യുന്നത്, അറിയാമല്ലോ. ഡിവിഷൻ ലെമ്മ അപ്ലൈ ഡിവിഷൻ ലെമ്മ, അതായത് ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ഒരുപാട് പറഞ്ഞതാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നോക്കിക്കേ, അടുത്ത് നെക്സ്റ്റ് ഓഡ് ഇൻറ്റിജർ ഏതാ? 5 ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ അല്ലേ? നെക്സ്റ്റ് ഓഡ് ഇൻറ്റിജർ ഏതാ? 7 ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് അവിടുത്തെ റിമൈൻഡർ എന്താണ്? 3. ഇവിടെ ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ്. ഓക്കെ, ഞാനിവിടെ ഒന്ന് തെറ്റിച്ച് കേട്ടോ. 1 ആണേ. 2 പ്ലസ് ഓക്കെ. നെക്സ്റ്റ് 11 ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. തൽക്കാലം ഇത്രയും ഉദാഹരണം എക്സാമ്പിൾ വിട്ട് ചെയ്തപ്പോൾ LHS സൈഡ് എന്താണ് കിട്ടിയത്? LHS എല്ലാം എന്താണ്? എവരി ഓഡ് ഇൻറ്റിജേഴ്സ് അല്ലേ? RHS എന്ത് കിട്ടി? ഇതൊക്കെ RHS റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? RHSൽ എന്ത് കിട്ടി? എല്ലായിടത്തും ഡിവൈസർ സെയിം. 0, 1, 2 കണ്ടോ? 0, 1, 2 അതെന്താണ്? കോഷ്യൻ്റ് അല്ലേ കിട്ടിയത്? ഇതാണ്ടേ 0, 1 കോഷ്യൻ്റ്. അപ്പം കോഷ്യൻ്റ് വേരി ചെയ്യുന്നില്ലേ? 0, 1, 2, 3 അങ്ങനെ അങ്ങ് പോവാം. റിമൈൻഡർ എന്ത് കിട്ടി? ഈ കേസസിൽ റിമൈൻഡർ 1ഉം ചില കേസസിൽ റിമൈൻഡർ 3ഉം കിട്ടി. മനസ്സിലായോ? ഈ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ മെത്തേഡ് അല്ലേ? ഇനി നമുക്ക് ടെസ്റ്റിലെ മെത്തേഡ് നോക്കാം. ടെസ്റ്റിൽ കാണിച്ചിരിക്കുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിലെ മെത്തേഡ് 2 മെത്തേഡ് നമുക്ക് നോക്കാം. എവരി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ അതിനെ നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ അല്ലേ? എയുടെ വാല്യൂ എന്തൊക്കെ വരും? ഓഡ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9 എക്സെട്ര. അങ്ങനെ പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എനെ ഡിവൈഡ് ചെയ്യാൻ ഒരു ഡിവൈസർ വേണ്ടേ? നമ്മൾ ഡിവിഷൻ ലെമ്മ കൊടുക്കുമ്പോൾ ഡിവൈസർ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 അല്ലേ? ഓരോ ക്വസ്റ്റ്യനിലും ഡിവൈസർ മാറ്റി മാറ്റി തരുവരും. എന്നിട്ട് അത് പ്രൂവ് കാണിക്കാൻ പറയും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ചെയ്യണം, ഡിവൈസർ മാറ്റി കൊടുക്കണം. അപ്പം b is equal to 4. അവിടെ നമ്മൾ അപ്ലൈ ഡിവിഷൻ ലെമ്മ.
ഡിവിഷൻ ലെമ്മ തിയർ അപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും നമുക്ക്? എ ഈസ് ഈക്വൽ ടു 4q പ്ലസ് ആർ. അതായത് ദേ റെസിസ്റ്റ് അവിടെ എന്ത് വരും? എന്തൊക്കെ നമുക്ക് കിട്ടും? ഒരു കോഷ്യന്റും കിട്ടും, ഒരു റിമൈൻഡറും കിട്ടും അല്ലേ? ദേ റെസിസ്റ്റ് q ആൻഡ് ആർ. ക്യൂവിൻ്റെ വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ടു ഇല്ലേ? ഓരോന്നിനെയും ഓരോ ഓഡ് ഇൻഡിജറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്തൊക്കെ വരും? ക്യൂവിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 വന്നായിരുന്നു ഒരു കേസിൽ അല്ലേ? നോക്കിക്കേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ 0 × 4 0 1 അല്ലേ? അപ്പോൾ ഈക്വൽ ടു 0 വരും, ബാക്കിയെല്ലാം ഗ്രേറ്റർ ദാൻ അല്ലേ? 0 1 2 3 4 അല്ലേ? നമ്മൾ ആ മെത്തേഡ് 1 നോക്കിയാൽ മതി. പിന്നെ ആറിൻ്റെ വാല്യൂസ് എന്തൊക്കെ വരും? ഡിവിഷൻ ലെമ്മ പറയുന്ന കണ്ടീഷൻ എന്തായിരുന്നു? റിമൈൻഡറിൻ്റെ കേസിൽ റിമൈൻഡർ ലെസ് താൻ ഡിവൈസർ അല്ലേ? എനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറിൻ്റെ കണ്ടീഷൻ എന്താണ്? ലെസ് താൻ ഡിവൈസർ. ചില കേസ് പിന്നെ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് കണ്ടീഷൻ അല്ലേ? അപ്പോൾ ആറിൻ്റെ വാല്യൂസ് എന്താ വരും? ലെസ് താൻ 4 എന്ന് പറയുമ്പോൾ 0 മുതൽ എവിടം വരെ വരും? 0 വരും, 1 വരും ഇല്ലേ? ആറിൻ്റെ വാല്യൂ 1 വരും, 2 വരും, 3 വരും, 4 വരുമോ? ഇല്ല. ഈക്വൽ തന്നിട്ടുണ്ടോ? ഇല്ല. ലെസ് താൻ 4ആ, ലെസ് താൻ ഡിവൈസറാണ്. അപ്പോൾ ആറിൻ്റെ അതായത് റിമൈൻഡർ പോസിബിൾ വാല്യൂസ് 0 1 2 3. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. ഡിവിഷൻ ലെമ്മയ്ക്കകത്തോട്ട് എ ക്യാൻ ബി. എ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? എ ക്യാൻ ബി ഏതൊക്കെ വരും? 4 × q പ്ലസ് റിമൈൻഡർ. ആദ്യത്തെ 0 കൊടുത്തു അല്ലേ? അടുത്തത് എന്ത് വരും? 4 × q. ആറിൻ്റെ വാല്യൂ എന്ത് കൊടുത്ത്? 1. അടുത്ത വാല്യൂ 4 × q പ്ലസ് 2. അതായത് റിമൈൻഡറിൻ്റെ പോസിബിൾ വാല്യൂസ് ലെസ് താൻ 4 എന്ന് പറയുമ്പോൾ ഇത്രയും കിട്ടും റിമൈൻഡർ അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 4നേക്കാളും ലെസ് ആയിരിക്കും, ഇത്രയും വാല്യൂസ് വരും റിമൈൻഡറിന്. അത് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അടുത്തത് എന്ത് കിട്ടും? 4q പ്ലസ് റിമൈൻഡർ 3. പക്ഷെ നോക്കിക്കേ, ഇതിനകത്ത് 4q പ്ലസ് 1ഉം 4q പ്ലസും 2ഉം പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ. കാരണം എന്താ? എ ഈസ് എ ഓഡ് ഇൻഡിജർ അല്ലേ? പോസിറ്റീവ് ഓഡ് ഇൻഡിജർ ആണ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ഓഡ് ഇൻഡിജർ ആയതുകൊണ്ട് എ ക്യാൻ ബി 4q പ്ലസ് 1 ആൻഡ് 4q പ്ലസ് 3 അല്ലേ? 4q പ്ലസ് 1 ആൻഡ് 4q പ്ലസ് 3 ഫോം. മനസ്സിലായല്ലോ അല്ലേ? എ എന്ന് പറയുന്നത് ഏതൊരു പോസിറ്റീവ് ഓഡ് ഇൻഡിജേഴ്സും ആയിക്കോട്ടെ, ഇവിടുത്തെ ഡിവൈസർ എന്താണ്? ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണ്ടേ? ഡിവൈസർ ക്വസ്റ്റ്യനകത്ത് എന്താ തന്നിരിക്കുന്നത്? 4. ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പം എ ഡിവിഡൻറ്റ് ഈക്വൽ ടു അല്ലേ? ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. കോഷ്യൻറ്റിൻ്റെ വാല്യൂ 0 മുതൽ വേരി ചെയ്യും. വരുന്ന റിമൈൻഡറിന് ഏതൊക്കെ വാല്യൂസ് വരാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ആ 4നേക്കാട്ടിലും ലെസ് ആയിട്ടുള്ള അല്ലേ? ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആകുമ്പോഴല്ലേ നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ പോസിബിൾ വരും? 4നേക്കാട്ടിലും ലെസ് എന്ന് പറയുമ്പോൾ എവിടം വരെ വരും? 3 വരെ വരും. 4 വരുമോ? ഇല്ല. 4നേക്കാട്ടിലും ലെസ്. അപ്പോൾ 0 1 2 3 അല്ലേ? ഇനി ഈ ആറിൻ്റെ ഓരോ വാല്യൂസ് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷേ ഇത് രണ്ടും പോസിബിൾ അല്ല, കാരണം ഇത് ഓഡ് ഇൻഡിജേഴ്സ് അല്ല. അപ്പോൾ ഇത് രണ്ടും. ഇതാണ് ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കണ്ടു കാണും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റ് സ്കൂളുകളിലെ 10ൽ പഠിക്കുന്ന CBSE, ഞാൻ കേരള സിലബസ് എടുക്കുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.